അത് വീഡിയോ. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോളേ ഞമ്മക്ക് റംസാൻ കിറ്റ് കിട്ടിക്കണം കേട്ടോ. നോമ്പും കിറ്റ് കിട്ടിക്കണം. അപ്പോൾ അത് എന്തൊക്കെയാണ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ എത്തിയിട്ടാണ് നമ്മൾ വന്നിക്കണത്. അപ്പോൾ നോമ്പിന് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. നാളെ ശനിയാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ച വാങ്ങാലോ എന്ന് എഴുതിയിട്ട് നിൽക്കിയത് കേട്ടോ. അപ്പോൾ ഈ ശനിയാഴ്ച തന്നെയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണതും. അപ്പം എന്നാൽ പിന്നെ ഇത് ആ വ്ളോഗ് കൂടെ അങ്ങോട്ട് ഇടാലോ വിചാരിച്ചു. പിന്നെ നിങ്ങളെല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിയോ നോമ്പിന്? പിന്നെ ഇന്നലത്തെ ഞാൻ നനച്ചുള്ളിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു കമൻറ്റ്. പിന്നെ ഭക്ഷണ സാധനങ്ങളെ ഉള്ളികളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിരുന്നല്ലോ. അപ്പോൾ ഉള്ളികളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ പറയുന്നുണ്ട് ഭക്ഷണ സാധനങ്ങളൊന്നും അല്ല നോമ്പിന് ഇത് ക്ലീൻ ചെയ്യലും ഭക്ഷണം കഴിക്കലും അല്ല, മനസ്സാണ് ക്ലീൻ ആക്കേണ്ടത്, ഇബാദത്താണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇബാദത്ത് നോമ്പ് വരുമ്പോൾ മാത്രമല്ല, പിന്നെ ക്ലീനിങ് എപ്പോഴും ക്ലീനിങ് വേണം, ഇബാദത്താണ് മുന്നിൽ വേണ്ടതെന്ന്. അപ്പം ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇബാദത്ത് എന്നും നമുക്കുള്ള കാര്യമാണല്ലേ. റമദാൻ മാസത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 70,000 പുണ്യം ചെയ്ത കൂലിയാണ് പടച്ചോൻ നമുക്ക് തരുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ റമദാൻ മാസത്തിൽ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഡബിൾ കുറ്റാണ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളത്, പഠിക്കണതും പഠിച്ചിട്ടുള്ളതും. അപ്പോൾ എനിക്ക് ഓരോട് പറയാനുള്ളത്, ഇബാദത്ത് എന്ന് പറയുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. റമദാൻ മാസം ആകുമ്പോൾ അതിന് കുറച്ച് ശക്തി കൂടും. അത് പുണ്യ മാസമാണ്. അള്ളാഹു നമ്മൾ എന്ത് പ്രാർത്ഥനയും സ്വീകരിക്കണ മാസങ്ങളാണ്. നമ്മൾ 10-11 മാസം തിന്ന് കുടിച്ച് നമ്മളെ ശരീരത്തിന് ഒരു മാസം ശിക്ഷിക്കുകയാണ്. അപ്പോൾ വിശക്കണവൻ്റെ വിശപ്പ് അറിയാനും ദാഹം അറിയാനൊക്കെ ഇതൊക്കെ ഒരു നല്ലൊരു മാർഗ്ഗമാണ്. പിന്നെ അപ്പോൾ ആ ആൾക്കാരോട്, കമൻറ്റ് ചെയ്ത ആൾക്കാരോട് പറയണത്, ഞങ്ങൾക്ക് എന്നും ഇബാദത്തുണ്ട്. 5 നേരത്തുള്ള നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള ഒരു കച്ചവടമല്ല. അപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കണവാടിയിൽ ഞാൻ ജോലി ചെയ്യുന്ന അങ്കണവാടിയിൽ നിസ്കാര കുപ്പായം കൊണ്ടുവച്ചിരിക്കുകയാണ്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഹെൽപ്പറും ടീച്ചറും ഉണ്ട്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഹെൽപ്പറോ ടീച്ചറോ ഒരാൾ ആദ്യം നിസ്കരിക്കും, പിന്നെ ഒരാൾ നിസ്കരിക്കും. കുട്ടികളെടുത്ത് ഒരാൾ പോരെ. അങ്ങനെയാണ് ഞങ്ങളെ 2 നിസ്കാരം കളായി ആകണില്ല. പിന്നെ വീട്ടിലാണ്. പിന്നെ എല്ലാ ബാങ്കിൻ്റെ ടൈമിലും നമ്മളെ വീട്ടിലുണ്ട്. അസർ ബാങ്ക് ആകുമ്പോഴത്തേന് വീട്ടിലെത്തി. സുബീക്ക് വീട്ടിലുണ്ട്, ഇഷായും മരിബൊക്കെ നമ്മളെ വീട്ടിലാണ്. അതിനൊക്കെ അള്ളാഹു നമുക്ക് ബർക്കത്ത് തന്നു. എല്ലാവർക്കും അങ്ങനെ നിസ്കാരം കളായി ആദ്യം നിസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനുള്ളൊരു ബർക്കത്ത് തന്നെ കിട്ടണം. വേറെ വല്ല ജോലിയാണെങ്കിൽ നമുക്ക് അതിനൊന്നും പറ്റൂലല്ലോ അല്ലേ. അപ്പം നമുക്ക് റംസാൻ കിറ്റ് കിട്ടിയത് എന്താണെന്ന് നോക്കാം. പിന്നെ ഇബാദത്ത് എടുക്കണം, അത് ആര് പ്രത്യേകിച്ച് പറഞ്ഞു തന്നിട്ട് വേണ്ട. എൻ്റെ കാര്യത്തിൽ എനിക്ക് എൻ്റെ ഫാമിലിയിൽ ഇബാദത്ത് എടുക്കാനും എടുപ്പിക്കാനും പറയാനും ഒക്കെ ഞാൻ മുന്നിൽ തന്നെയാണ്. അതുപോലെ അപ്പം നമുക്ക് നോക്കാം കേട്ടോ കിറ്റിൽ എന്താണെന്ന്. അപ്പം എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, ഇബാദത്തിൽ നമുക്ക് മുന്നിൽ തീറ്റും കൂടി ക്ലീനിങ് ഒന്നും അല്ല കേട്ടോ. റമദാൻ മാസം ആകുമ്പോൾ അതിന് കുറച്ച് ശക്തി കൂടും, അതിന് കുറച്ച് എണ്ണം കൂടും, അത്രയേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. പിന്നെ നമ്മളെ ഈ യൂട്യൂബ് ഇത് ഇങ്ങനെ കൊണ്ടുപോകണ്ടെങ്കിൽ നമ്മളെ നിവൃത്തികേട് കൊണ്ടാണ്. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഈ ജീവിതത്തിൽ ഈ ഒരറ്റം അങ്ങേ അറ്റത്ത് മുട്ടിക്കണമെങ്കിൽ നല്ലോണം കഷ്ടപ്പെടണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കളിയാക്കി പറയുന്ന ആൾക്കാർ, നമുക്ക് ഈ ബാഡ് കമൻറ്റ് ഇടുന്ന ആൾക്കാർ കൊണ്ടുവന്ന് തരട്ടെ, നമ്മൾ നിർത്താൻ തയ്യാറാണ് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഈ കിറ്റിൽ നിന്ന് കിട്ടി. പിന്നെ ഈ കിറ്റ് നമുക്ക് കിട്ടാൻ നമ്മൾക്ക് പള്ളിക്കന്നാണ് ഈ റംസാൻ കിറ്റ് കിട്ടിയത്. ഞങ്ങളെ മഹലിലെ പള്ളിക്കന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളെ മഹലിലുള്ള എല്ലാ വീട്ടിലും ഈ ഒരു കിറ്റ് ഉണ്ട് കേട്ടോ. അതിലെന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് കിട്ടാൻ കാരണം എന്ന് പറയുന്നത്, മജ്മഅ് ഉണ്ടല്ലോ, നിലമ്പൂർ മജ്മഅയിലുള്ള ഒരു ഉസ്താദ് മുഖാന്തരം അതിൻ്റെ കെയറോപ്പിൽ വേറെ ആരോ ആണ് ഇങ്ങോട്ട് തരുന്നത് എന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ കുഞ്ഞനെയൊക്കെ പറഞ്ഞതായിട്ട് എനിക്കൊരു ഓർമ്മ. എന്തായാലും ഇങ്ങനെ തരുന്ന ആൾക്ക് പഠിച്ചോന് ഇനി ഒരുപാട് കൊടുക്കട്ടെ. അയാൾക്കെല്ലാം കൊടുക്കട്ടെ, ഇഷ്ടം പോലെ കൊടുക്കട്ടെ അല്ലേ. കൊടുക്കുന്ന ആൾക്കാർക്കേ പിന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ തീരെ ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് വല്ലാത്തൊരു എന്താ പറയുക, ഈ സമയത്ത് കിട്ടുന്നത് നല്ലൊരു ബർക്കത്ത് തന്നെയാണ്. ഈ നോമ്പിൻ്റെയൊക്കെ സമയത്ത് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് ചായപ്പൊടിയാണ് കേട്ടോ. ചായപ്പൊടി ഇവിടെ കുറച്ചുണ്ട്, എന്നാലും ഞങ്ങൾ റംസാൻ നോമ്പിന് തന്നെ ഞങ്ങൾ എടുക്കും. കാരണം റംസാൻ കിറ്റിൽ കിട്ടിയ സാധനം അതൊന്ന് വേറെ തന്നെയാണ്. പിന്നെ ഇതാക്കുന്നത് ഈത്തപ്പഴം, കാരക്കാന്ന് അറിയുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് പൊളിച്ച് കാണിച്ചു തരുന്നല്ലോ. അപ്പോൾ ഇത് നമുക്ക് നോമ്പ് തുറക്കാൻ എങ്ങനെ നമ്മൾ കാരക്ക കൊണ്ടാണ് നോമ്പ് തുറക്കുക. വെള്ളം ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ ജ്യൂസൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കാരക്ക വെച്ചിട്ട് നോമ്പ് തുറക്കുന്നതാണ് പുണ്യം കേട്ടോ. അപ്പോൾ അതിന് കാരക്ക. പിന്നെ നമുക്ക് ഇതിലെന്താ നോക്കാം, ഇത്
പുട്ടുപൊടിയാണ്, പുട്ടുപൊടിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ നോമ്പിന് എന്നും ഈ പത്തിരി ചപ്പാത്തി ഒക്കെ നെയ്ച്ചോറ് ബിരിയാണി, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ പുട്ട് നല്ലൊരു അടിപൊളിയാണ് കേട്ടോ. ഈ പുട്ടിക്ക് ബീഫ് കറി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതാ പുട്ട് അപ്പോൾ 3 ഐറ്റം കിട്ടിട്ടോ. എന്തൊക്കെയാണ് പറഞ്ഞുതരാം, കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതാക്കണ് സേമിയം. ഈ സേമിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ പൊട്ടിച്ചൊരു ടിന്നിലിട്ട് വെക്കും. ഇത് നമ്മൾ കരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ, അതുപോലെ പാൽവാഴക്ക ഉണ്ടാക്കുമ്പോൾ ഇടണമെന്നില്ല, നിർബന്ധമല്ല. കരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ സേമിയ ഇട്ടാൽ ടേസ്റ്റാണ്. പിന്നെ പായസമൊക്കെ ഉണ്ടാക്കുക. തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഒരു ടീസ്പൂണൊക്കെ ഇടുകയാണെങ്കിൽ തരിക്കഞ്ഞിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ സേമിയം. ഇനി നമുക്ക് എന്താ നോക്കാം. ഉപ്പ്, ഇവിടെ പൊടിയുപ്പ് കഴിഞ്ഞിരിക്കണ്. കുഞ്ഞാനാക്കാനോട് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ഉപ്പ് കഴിഞ്ഞിരിക്കണ, കല്ലുപ്പേ ഉള്ളൂ. അപ്പോൾ പൊടിയുപ്പ് വാങ്ങലുണ്ട്. നമ്മൾ ഈ മുട്ട ആംപ്ലേറ്റ് അടിക്കുമ്പോൾ അതുപോലെയുള്ള സാധനങ്ങളിലൊക്കെ കുറച്ച് ഉപ്പ് ഇടണമെങ്കിൽ പൊടിയുപ്പ് തന്നെ വേണം. നമ്മൾ കല്ലുപ്പ് അല്ലെങ്കിൽ പിന്നെ കല്ലുപ്പ് പൊടിച്ചെടുക്കലാണ് ഞാൻ. അപ്പോൾ കല്ലുപ്പേ ഇവിടെ ഉള്ളൂ, പൊടിയുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ ഇതായി കല്ലുപ്പ് കേട്ടോ. ഇനി എന്താ, പിന്നെ അതാണ് കടലപ്പൊടി. നമുക്ക് ഈ പക്കവട, ഉള്ളിവട അതുപോലുള്ള പിന്നെ പൊരികളൊക്കെ ഉണ്ടാക്കാൻ കടലപ്പൊടി നല്ലതാണ് കേട്ടോ. പഴംപൊരി, പക്കവട, പഴംപൊരി, ഉള്ളിവട ഇതിക്കൊക്കെ തന്നെ ഇത് എടുക്കലുള്ളൂ കേട്ടോ. അല്ല കടലറ്റിനൊന്നും ഇത് പറ്റൂല. പക്ഷെ എന്നാലും ഇത് നമുക്ക് നോമ്പിനൊക്കെ വേണ്ടൊരു പൊടി തന്നെയാണ്. ഇനി എന്താ നോക്കട്ടോ. എല്ലാവർക്കും സാധനങ്ങളൊക്കെ കിട്ടിയോ? കിട്ടാത്തവർക്കൊക്കെ കിട്ടട്ടെ. പഠിച്ചോനെത്തിച്ചിട്ട് നോമ്പിന് എല്ലാ സാധനങ്ങളും എല്ലാവർക്കും കിട്ടട്ടെ. ഇതാണ് റവ. നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കൂലേ, തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ റവയാണ് ഇടുക. ഈ തരി കാച്ചിയത് എന്നാ പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ എല്ലാം ഓരോന്ന് നമ്മളെ ചാനലിലിടും. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിട്ടോ. ചിലവ് കുറഞ്ഞിട്ട് നല്ല ടേസ്റ്റിൽ നമ്മളിതൊക്കെ കുക്ക് ചെയ്യുന്ന വീഡിയോ നമ്മളെ ചാനലിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കണം കേട്ടോ, കാണണേ. ഇനി നമുക്ക് എന്താ ഇതിൽ നോക്കട്ടോ. അപ്പോൾ ഇത് ഞാനേ രാവിലെ തന്നെ ഇപ്പോൾ ഇത് ചെയ്യാണ്. എന്നിട്ട് ഇന്ന് കുക്കിങ് ചെയ്യുന്ന വീഡിയോയും കൂടെ ഇതിൽ കൂട്ടാലോ വിചാരിച്ചു. ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ ചോറും കൂട്ടാനും റമദാൻ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്താ പറയുക, ലാസ്റ്റാണ്. ഞായറാഴ്ച എന്തായാലും നോൽബേക്കാരം. ഇതിപ്പോൾ ശനിയാഴ്ചക്കത്തെ വീഡിയോ ആണ്. ഇത് പഞ്ചസാര കേട്ടോ. പഞ്ചസാരൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ നോമ്പായ ഇഷ്ടം പോലെ പഞ്ചസാര വേണം. അപ്പോൾ ഇന്നോടടക്കം ഞാനടക്കം അറിയേണ്ട ഒരു കാര്യമാണ് പഞ്ചസാര. അൽഹംദുലില്ലാ ഇത്രയും പഞ്ചസാര കിട്ടിയതിൽ ഒരുപാട് സന്തോഷമായി എല്ലാവർക്കും. കാരണം പഞ്ചസാരൻ്റെ ഒരുപാട് വിഷമാണ് പഞ്ചസാര. പക്ഷേ നമുക്ക് ഈ നോമ്പ് തുറക്കുന്ന ടൈമിൽ വെള്ളം കുടിക്കുമ്പോൾ കുറച്ചെങ്കിലും മധുരം അല്ലാതെ കുടിക്കാൻ കഴിയില്ല. അപ്പോൾ പരമാവധി എല്ലാവരും മധുരം കുറച്ച്, വെള്ളമായാലും ജ്യൂസായാലും ചായ ആയാലും ഒക്കെ മധുരം കുറക്കാൻ നോക്കുക. അപ്പോൾ ഇത് പഞ്ചസാര കേട്ടോ. ഇനി നമുക്ക് എന്താ നോക്കതിൽ, ഇതിലൊരു സാധനം കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് നമ്മളെ മെയിനായിട്ട് നമ്മളെ നോമ്പിന് നമുക്ക് ഉള്ള പത്തിരിപ്പൊടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ പത്തിരിപ്പൊടിയാണിത്. ഇത് കിലോ എത്രയെന്ന് പറയുകയാണെങ്കിൽ 5 കിലോ ഉണ്ട് പത്തിരിപ്പൊടി കേട്ടോ. നമ്മളിവിടെ അരിയും ഗോതമ്പും കുറച്ച് 2 കിലോ 3 കിലോനൊക്കെ വെച്ച് പൊടിപ്പിച്ച് കൊണ്ടുവന്ന് വെച്ചിക്കണ്. അപ്പം ഞങ്ങൾ എല്ലാ പ്രാവശ്യവും നോമ്പിന് ഈ പള്ളിക്കന്ന് കിട്ടുന്ന ഈ പൊടി കൊണ്ട് തന്നെയാണ് പത്തിരി ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ, ഇതാണ് നമ്മളെ പള്ളിക്കന്ന് ഞങ്ങളെ മഹലിലുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അതൊക്കെ നമുക്ക് നോമ്പിൻ്റെ കിറ്റ്, റംസാൻ കിറ്റ് കിട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. ഈ മഹലിൽ, ഞങ്ങളെ മഹലിൽ ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളെല്ലാ ഫാമിലി കുടുംബങ്ങൾക്ക്, ഞങ്ങളെ അയൽവാസികൾക്ക്, ഞങ്ങളുടെ നാട്ടുകാർക്കൊക്കെ കിട്ടിയിട്ടുള്ളൊരു സാധനമാണിത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. അല്ലാതെ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല അത് കൊടുക്കുന്നതാണ്. ഞങ്ങളെ മഹലിലുള്ള എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്യുകയാണ്. ഇനി നമുക്ക് നോമ്പ് തുടങ്ങി ചോറും കൂട്ടാനൊന്നും വെക്കണ്ടല്ലോ രാവിലെ. ഇനിയൊക്കെ പെലച്ചക്കൊക്കെ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ലാസ്റ്റാണ് എല്ലാവരും വരി. ഇന്നത്തെ സ്പെഷ്യൽ കുക്കിംഗ് ഉണ്ട്, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും വരും, നമുക്ക് പോകാം. അപ്പോൾ അതാ നമ്മൾ ചെറിയൊരു കുക്കിംഗ് കേട്ടോ. നമുക്ക് കുറച്ച് കുഞ്ഞമത്തി മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മത്തിപ്പീര ഉണ്ടാക്കാൻ നേരത്തിട്ടോ. നിങ്ങളൊക്കെ മത്തി കൊണ്ട് പീര ഉണ്ടാക്കലുണ്ടോ? ഇന്നിപ്പോൾ ശനിയാഴ്ചത്തെ വീഡിയോ ആണ്. എന്താ പറയുക, നാളെ ഞായറാഴ്ച അൽഹംദുലില്ലാ നാളെ മുതൽ നോമ്പാവും കേട്ടോ.
മത്തിപ്പീര ഉണ്ടാക്കാൻ നാളികേരവും പച്ചമുളകൊക്കെ ചതച്ചിട്ടിട്ടല്ലേ ഉണ്ടാക്കുക. അപ്പോൾ കുഞ്ഞമത്തി നല്ല ടേസ്റ്റുള്ള കുഞ്ഞമത്തിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാണിയാക്കാക്ക് ഇങ്ങനെ പീര വെച്ചാൽ നല്ല ഇഷ്ടമാണ്. ചോറും കൂട്ടാനും ചായയും കടിയൊക്കെ കഴിക്കണ്. അതൊന്നും ഇപ്പോൾ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല. അതും കൂടി ആകുമ്പോഴത്തേന് വീഡിയോ ലെങ്ത് ആവുമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഈ നോമ്പുങ്കിറ്റിൻ്റെ കൂടെ ഈ ഒരു ചെറിയൊരു റെസിപ്പിയും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ എന്ന് കരുതിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ അപ്പോൾ നമ്മളിതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായിട്ട് ഉലുവ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഇത് പൊട്ടി വന്നിട്ട് ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിലേക്ക് ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. കുഞ്ഞമത്തി പീര വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചതും ഒക്കെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്കിതൊന്ന് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല അടിപൊളി പീരക്കറി ആവട്ടത്. അപ്പോൾ കുഞ്ഞമത്തി കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടിട്ടോ. പുളിയും ഉപ്പും എരിവും പാകമായാൽ ഇങ്ങനെ ഉള്ളത് വഴറ്റി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിക്കാരം എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ മക്കളെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മളെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഉപ്പിട്ട് കൊടുത്തു, കല്ലുപ്പ്, ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൺ ഓപ്ഷനൊക്കെ അമർത്തുക. അപ്പോൾ ഞാൻ റംസാൻ്റെ വിഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മളെ പരിയിൽ ഉണ്ടാക്കണത് എന്താ വെച്ചാൽ ഇടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ, കാണാതിരിക്കരുത്. പാവപ്പെട്ടവരുടെ നോമ്പ് തുറ കേട്ടോ. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തു. പാവപ്പെട്ടവരുടെ നോമ്പ് തുറ കുറഞ്ഞ ചിലവിൽ നമുക്ക് അടിപൊളിയായിട്ട് ടേസ്റ്റായിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ. അങ്ങനെയുള്ള കുക്കിംഗ് തന്നെ ഞാൻ ഉണ്ടാക്കി ഇതുള്ളൂ കേട്ടോ. അപ്പോൾ അതാ കുഞ്ഞമ്മത്തി നല്ലോണം വൃത്തിയായിട്ട് നന്നാക്കി കഴുകി വാരി വെള്ളത്തിൻ്റെ ഒക്കെ കോരി എടുത്തിട്ടുള്ള കുഞ്ഞമ്മത്തി കുറച്ച് ഇടക്കിടക്ക് മാന്തളും ഉണ്ട് കേട്ടോ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പും പുളി എരിവൊക്കെ പാകാക്കിയിട്ട് അയക്കാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും പച്ചമുളകും ചതച്ചതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് പച്ചക്കറി ബില്ലിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നല്ല ഇളക്കി കൊടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. എൻ്റെ മക്കളെ എന്താവും ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഈ മത്തി കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിട്ടോ. നല്ല ടേസ്റ്റ് ആയിക്കാരം. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അവരൊക്കെ ചോറ് വാരി വാരി കഴിക്കും കേട്ടോ. അത്യാവശ്യം എരിവും ഉപ്പും പുളിയൊക്കെ വേണം കേട്ടോ, എന്നെങ്കിലേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ആ മിക്സിയുടെ ജാറ് ചുഴറ്റി ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് കറക്റ്റാകണം, പുളി കറക്റ്റാകണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് നമുക്കിത് 1 മണിക്കൂർ അടച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് കഴിക്കാൻ തുടങ്ങാം. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.